മറ്റൊരു നക്ഷത്ര സമൂഹത്തിൽ ജനിച്ച ഒരാൾ നമ്മുടെ സൗരയൂഥത്തിൽ വിരുന്നെത്തിയ കാര്യം നിങ്ങൾക്കറിയാമോ? ഈ അതിഥിക്ക് 1200 കോടി വർഷം പ്രായമുണ്ട്. അതായത് നമ്മുടെ സൂര്യൻ ജനിക്കുന്നതിനും എത്രയോ മുൻപേ ജനിച്ച ഒന്നാണിത്. മണിക്കൂറിൽ 2,20,000 കിലോമീറ്റർ വേഗത്തിൽ കുതിക്കുന്ന 3i ആറ്റ്ലസ് എന്ന ഈ വാൽ നക്ഷത്രം ഇപ്പോൾ തന്നെ സൗരയൂഥത്തിന്റെ അതിരുകൾ കടന്നു തുടങ്ങി. മനുഷ്യരാശിക്ക് ഇനി ഒരിക്കലും ഇതിനെ കാണാൻ സാധിക്കില്ല. ശാസ്ത്രജ്ഞരുടെ നിഗമനമനുസരിച്ച് ഇത് നമ്മുടെ സൗരയൂഥത്തിന് വെളിയിലുള്ള മറ്റൊരു നക്ഷത്ര സമൂഹത്തിലാണ് രൂപം കൊണ്ടത്. എന്നാൽ ആ നക്ഷത്ര സമൂഹത്തിലെ മറ്റു വലിയ ഗ്രഹങ്ങളുടെയോ അല്ലെങ്കിൽ സമീപത്തുകൂടി കടന്നുപോയ മറ്റൊരു നക്ഷത്രത്തിൻ്റെയോ ഗുരുത്വാകർഷണ വലിവ് കാരണം ഇത് അതിൻ്റെ മാതൃസമൂഹത്തിൽ നിന്ന് തെറിച്ചുപോയി. ശതകോടിക്കണക്കിന് വർഷങ്ങളായി ഇത് ആകാശഗംഗയിലെ നക്ഷത്രങ്ങൾക്കിടയിലുള്ള ശൂന്യതയിലൂടെ ലക്ഷ്യസ്ഥാനമില്ലാതെ സഞ്ചരിക്കുകയായിരുന്നു. യാദൃശ്ചികമായാണ് ഇത് നമ്മുടെ സൗരയൂഥത്തിലൂടെ ഇപ്പോൾ കടന്നുപോയത്. 2025 ജൂലൈ 1 ആറ്റ്ലസ് ടെലിസ്കോപ്പ് ശൃംഖല ഇതിനെ ആദ്യമായി തിരിച്ചറിഞ്ഞത്. 3i ആറ്റ്ലസ് എന്ന ഈ അതിപുരാതന വാൽ നക്ഷത്രം ഭൂമിക്ക് ഏറ്റവും അടുത്തെത്തിയത് 2025 ഡിസംബറിലാണ്. 2026 ജനുവരി ആദ്യവാരത്തോടെ ഇത് സൂര്യനോട് ഏറ്റവും അടുത്ത ദൂരത്തിലെത്തി. സൂര്യന്റെ ശക്തമായ ഗുരുത്വാകർഷണം ഇതിന് വലിയൊരു വേഗത നൽകി പുറത്തേക്ക് തെറിപ്പിച്ചു. സൗരയൂഥത്തിന് പുറത്തേക്ക് പോകുന്ന ഇത് ഇനി ഒരിക്കലും തിരിച്ചുവരില്ല. ശതകോടിക്കണക്കിന് വർഷങ്ങൾ നീളുന്ന മറ്റൊരു ഏകാന്ത യാത്രയിലേക്ക് ഇത് പ്രവേശിച്ചു കഴിഞ്ഞു. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.